അസ്സലാമു അലൈക്കും. സാബീത്ത രാവിലെ തന്നെ കിച്ചൻ്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആരും എണീറ്റിക്കൊന്നുമില്ല. കാലി ചായ കുടിക്കുകയാണ്. ചായ കുറച്ച് വെച്ചതാണത് പതച്ച് കഴിഞ്ഞു. ഞാനിപ്പം അതെല്ലാം വെച്ചപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കട്ടേന്ന്. അങ്ങനെ കയ്യിൽ പിന്നെ കുഞ്ഞി ചട്ടനാണ്. അതിനൊന്നിങ്ങനെ കഴുകണം. എന്നിട്ട് സാബീത്ത വാട്ടുകയോ ഒരു കായ് വാട്ടിയിട്ട് എല്ലാ നിങ്ങൾ ബേക്കറിയല്ലേ കാണല്. അങ്ങനെ ഒരു പഴം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങ് തിന്നട്ടേന്ന്. അങ്ങനെ കായ് വാട്ടുന്നുണ്ട്. ഇതെനിക്കാണ്. അങ്ങനെയെല്ലാമാണ് നമ്മളെ കിച്ചനുള്ളത്. ഇതെല്ലാം രാത്രി കഴുകി വെച്ചതാണ്, എടുത്തു വെക്കണം. കഴുകി കുമ്പെടുത്ത് വെച്ചതാണ്. ഓക്കെ, ഇതെല്ലാം കുടിച്ചിട്ടൊന്ന് റെഡി ആകട്ടെ. നമ്മളെ പാത്തു ഇപ്പം ഇറങ്ങി വരും. പാത്ത് വന്നാലോളെ ജോലിയും കാര്യവും കളിയും ഒക്കെ. പിന്നെ ചെറുനാരങ്ങ കുറച്ചിട്ട് നല്ല മുഖം കണ്ട് നിങ്ങൾ നിറ. ഞാൻ ഒരു പൗഡർ പോലും ഇട്ടിട്ടില്ല. പല്ലും തേച്ച് മുഖവും കഴുകിയിട്ട് പോകുന്നതാണ് കേട്ടോ. നല്ല സുഖമില്ല, നല്ല വെളുപ്പില്ല ഉണ്ടാ. ഇങ്ങനെ ചായ കായെല്ലാം പാട്ടി ഇടപ്പുണ്ടാച്ചിട്ടുണ്ട്. ഫാനിൻ്റെ അടുത്ത് ഉണ്ടാ, ഫാൻ വേണ്ട കറങ്ങുന്ന ഫാനിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ടാ. ചൂടുണ്ട്, കുടിക്കണം ഇൻഷാ അല്ലാഹ്. പാത്രം എണീറ്റ് വരണം, എല്ലാവരും എണീറ്റ് വന്ന് ജോലിയെല്ലാം എടുക്കട്ടെ. ഇന്നത്തെ ഞങ്ങളെ ഡ്യൂട്ടി നിങ്ങൾക്ക് കാണിച്ചു തരും. ഞങ്ങളെ ഒരു 1.5 ഡ്യൂട്ടിയാണ്. എപ്പോഴും നമ്മളെ കിച്ചൻ്റെ അകത്തുള്ള ഡ്യൂട്ടിയാണ്. മക്കളെ ബായ്. അങ്ങനെ നമ്മളെ മൂത്ത മരുമോൾ എണീറ്റ്, ആദ്യം മോളാണ് എണീറ്റ് വന്ന്. പിന്നെ അരിപ്പത്തിൽ നിന്ന് കുഴക്കുകയാണ്. വളയിട്ട കൈ കൊണ്ട് കുഴച്ച് പത്തിൽ ചുടുകയാണ്. ചായക്ക് വെള്ളം വെച്ച് ചായയുടെ വെള്ളം പതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഗ്ലാസ്സിൽ പാരാൻ വേണ്ടി. ചക്ക പിന്നെ കൂടെ ഇവിടെ ചെത്തി നോക്കുക. അതാ ഇത് നൂൽപ്പിട്ടാണ്. ഇന്ന് ഞങ്ങൾക്ക് നൂൽപ്പിട്ടാണ്. കറി എന്താണെന്നല്ല ഞങ്ങളെ പിന്നാലെ വന്നോളി അറിയും. ഓക്കെ, അങ്ങനെ കറി വെക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് തക്കാളി, പച്ചമുളക്, ഇഞ്ചി വളയിട്ട കൈകൾ കൊണ്ട് ഇങ്ങനെ കിളുന്തി എടുക്കുകയാണ്. കിളുന്തി ഞങ്ങൾക്ക് താഴെ ഡോറുണ്ട്. അങ്ങനെ മന്ദം നടന്നു ഇങ്ങനെ കിച്ചണിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയി ആരാ മളെ ഡാൻസ് കളിച്ചിട്ട് കഥക്കുന്നു. ഇങ്ങൾക്ക് നാളെ അടിപൊളി ഡാൻസ് എല്ലാം വരും. എൻ്റെ മളെ കത്തിയോണ്ട് കുത്തല്ല. അങ്ങനെ നമ്മൾ നല്ല നൂൽപ്പിട്ടിന് വേണ്ടി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഈ നൂൽപ്പിട്ട് വെള്ളാപ്പം, ഇഡ്ഡലി, ചട്ടണി ഒക്കെ തിന്നണമെങ്കിൽ നമ്മളെ മൂത്ത മരുമോള് തന്നെ വേണം. മൂത്ത മരുമോൾ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സൂപ്പറാണ്. കടന്നു വരൂ. വളയിട്ട കൈകൾ കൊണ്ട് പണി ചെയ്യാൻ കടന്നു വരൂ. എല്ലാരും ചൊല്ലണേ എൻ്റെ മരുമോളെ മഞ്ചുണ്ടെന്ന്. നാട്ടാരും ചൊല്ലണേ, വീട്ടാരും ചൊല്ലണേ എൻ്റെ മരുമോളെ മഞ്ചുണ്ടെന്ന്. നേരത്തെ ഡാൻസ് കളിക്കാൻ വെച്ച പൂവെടുത്തിട്ടില്ല, എടുക്കണ ആ നീളം കുറച്ച് നമുക്ക് ഇവിടെ വെക്കും. പൂക്കളും പുഴകളും. നമ്മളെ പാത്തു രാവിലെ എണീറ്റ് വന്നിട്ടില്ല. ഓക്ക് 11 മണിക്കാണ് ഇന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ടത്. അപ്പം അവളത്തെ പനിയാണ്. ഇന്നലെ മോദിക്ക് നല്ല പനിയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നലെ ഗ്ലൂക്കോസെല്ലാം കയറ്റിയിരിക്കുന്നു. അവൾ പറഞ്ഞു, നമ്മളോട് പറഞ്ഞിട്ടില്ല അന്നേരം. പിന്നെ അവരുണ്ടല്ലോ അവരെ നോക്കാൻ, അവർ പൊന്നുപോലെ നോക്കുമല്ലോ. അങ്ങനെ ഒന്നും മക്കളെ ഇങ്ങോട്ട് കീഴിക്കില്ല. ഇനി ഇങ്ങോട്ട് മന്ദം ഇറങ്ങി വന്നാൽ നിങ്ങൾക്ക് വീഡിയോസിൽ കാണിക്കുന്നതാണ്. പിന്നെ മരുമോളെ അളക്കാണല്ല കലാക്കണ്ണും വളെ ഞങ്ങളെ കിച്ചൺ ഇങ്ങനെയാണ്. സൂപ്പർ കിച്ചനാണ്. ഇതെല്ലാം ഡ്രൈഫാനിയാണ്. ഇതെല്ലാം ഞങ്ങൾ വെക്കുന്ന സ്ഥലമാണ് മക്കളെ. ഇവിടെ തേച്ച് വെച്ചതെല്ലാം എൻ്റെ മരുമോൾ ഒരുക്കി വെച്ച്. കൈ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിലും അത് കൈ വെച്ചത് എടുത്തു കൊണ്ടാക്കാൻ എനിക്ക് വളരെ മടിയാണ്. അതേപോലെ ഒരാഴ്ച വാർക്കം പോയാലും വരുന്നവരെ സ്റ്റാൻഡും ഉണ്ടാവും ഞാൻ കൈവച്ചിക്ക്. അതെടുത്ത് വെക്കാൻ മരുമോൾ വരണം. അതാണ് ഞങ്ങളുടെ കടലക്ക കറിയല്ലേ വെക്കുന്നേ. അടിപൊളി കടലക്ക കറിയല്ലേ എൻ്റെ മരുമോൾ വെക്കുക. മരുമോളെ സുന്ദരിയ വളരെ വല്ലാത്ത സംഭവമാ. കണ്ണാടി ചില്ലി പോലെ മിന്നി തിളങ്ങും ഹസീന സുന്ദരിയ.
സുന്ദരി അസീന അസീന ചിരി വരും. സുന്ദരി അസീന ആന്ന് ഓള് സുന്ദരി ആവാല് ഈ ഉമ്മാൻ്റെ അല്ലേ പാർക്കുന്നത്. നമുക്കില്ല അതിക്ക് ഒരു മോതിരം തന്നെ ഇടുന്ന ഇഷ്ടമല്ല. ഇപ്പൊ ഞാൻ കുറേ മോതിരം ഇട്ടിട്ടു ഓക്കും കൈ നിറച്ച് എവിടെയും പോകുമ്പോൾ നിങ്ങൾ കാണ്ടിയതാ കൈ നിറച്ച് ഉണ്ടാവും മോതിരം ഇട്ട്. ഇപ്പൊ ഉണ്ടാവും മോതിരം കൈമില് എല്ലാം കഴിച്ചേച്ചി. അതെന്നോട് ചോദിക്കും നിങ്ങളെങ്ങനെ പോരെ എന്ന് മോതിരം ഇടുന്ന നിങ്ങൾക്ക് എല്ലാവരും വില വെള്ള മോതിരെല്ലാം കഴിച്ചു ചേച്ചി. രാവിലത്തെ പിന്നെ സുന്ദരി നീ വന്നു ഗസലായ് മൈമക്കളൊരു വായി ഊട്ടൂലേ എൻ്റെ മളേ. എല്ലാം ഗ്യാസുമ്മൽ വെച്ചു മക്കളെ. കടലക്ക കറി പിന്നെ നൂൽപ്പിട്ട് തുടച്ചിക്ക് ഇതുകൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെ 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 ആക്കി എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നൂൽപ്പിട്ടിൻ്റെ മെഷീൻ എടുത്തിട്ടുണ്ട്. മെഷീൻ്റെ അകത്ത് ഇങ്ങനെ താത്തുക, കുത്തി 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 താത്തിയതിൻ്റെ ശേഷം ഇത് മൂത്ത മരുമോളാണ്. നിങ്ങൾ മരുമോള് മൂത്തോളെ കാണുന്നില്ല മൂത്തോളെ കാണില്ലെന്ന് പറഞ്ഞില്ല, മൂത്തോളാണിത്. മൂത്തോള് പിന്നെ ഒരിക്കലും തലയെ തട്ടുണ്ടാവില്ല, പെരടിക്ക് ഉണ്ടാവില്ല. അങ്ങനെയെല്ലാമാണ് തട്ടിട്ടിക്ക് ഒക്കെ. ഇങ്ങനെ എന്താ ചെയ്യുക? അളക്കാണില്ല കല കാണും, അളക്കാണില്ല കയ്യേ കാണും, അളയെല്ലാം കാണും. ഒരുങ്ങി പിടിച്ച് മൊഞ്ചായി പോകുന്നതിനെല്ലാം കാണും കേട്ടാ. നിങ്ങൾ വിഷമിക്കണ്ട, എല്ലാം കാണും. അങ്ങനെ കണ്ടിട്ടുണ്ട്. ഓളെനക്ക് കെട്ടിപ്പിടിച്ച് മുത്തം തരുന്നതിലുണ്ടല്ലോ എൻ്റെ പഴയ ചാനൽ, നിങ്ങൾ പോയി കണ്ടോ. ഇങ്ങനെ കമ്പ്യൂട്ടർ തിരിക്കുന്നതിൻ്റെ തൊട്ട് കമ്പ്യൂട്ടർ ഇങ്ങനെ തിരിച്ച് അന്നേരം അതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ വളവളവളാൻ പറഞ്ഞ് നൂല് പോലെ ഇങ്ങനെ വന്നു പോവും. നൂൽപ്പെട്ട് കാണാത്തവരും നൂൽപ്പെട്ടിൻ്റെ പണി ചെയ്യാത്തവരും ഓടി വന്നോ. ഈ കേരളത്തിലുണ്ടോ, ഈ ദുനിയാവിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇങ്ങനെ കൊണ്ടെടുക്കുക, കുണ്ടിൻ്റെ അകത്ത് ഇങ്ങനെ കറക്കുക, ഇങ്ങനെ കറക്കി കറക്കി കറക്കി. എൻ്റെ ഉമ്മ നല്ല ശക്തി വേണം. രാവിലെ തന്നെ അവള് മുട്ടയും കൂട്ടി ചായ കുടിച്ചിരിക്കുന്ന തോന്നുന്നു. അപ്പൊ ഇങ്ങനെ തീരും തോറും ഇതിലിങ്ങനെ നടക്കുക കറക്കുക. പെൺകുട്ടികളെ വരൂ 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 കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ. ഇതാ ഓക്കെ മക്കളെ, ഇങ്ങനെ കറക്കുക കറക്കി കറക്കി. നൂൽപ്പിട്ടും കടലക്കറിയും നല്ലോണം തിന്നു കഴിഞ്ഞാൽ വളരെ നല്ല ആരോഗ്യമാണ്. ആരോഗ്യം ഓടി ഓടി വരും. ബായ് പൂട്ടൂല് സാവറ തീർന്നു പോയി. വീണ്ടും നടക്കുകയാണ് നമ്മളെ മരുമകൾ. പാത്തുവിനൊന്ന് ചെന്ന് നോക്കണം. പാത്തുവിന് സുഖയില്ല, എണീറ്റിക്കോ, എന്താ അവസ്ഥ? മുകളിൽ കിടക്കുന്നത് കൊണ്ട് ഇടക്കിടക്ക് കയറി ചെന്നാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് മക്കളെ, വലിയ മടിയാണ് മക്കളെ. ഓക്കെ മക്കളെ, ഇങ്ങനെ നടക്കുക ഇടുക നടക്കുക ഇടുക. ഇതാണ് നമ്മളെ മരുമക്കള. ഇത് മൂത്തതാണ്. മിന്നം കിട്ടാണ്ട് കിട്ടിയ മിന്നം കിട്ടാണ്ട് കിട്ടിയോ നല്ല വേഗം കിട്ടിയേക്ക്. അല്ല സീന എന്നെ കാണുവാൻ വന്നിരുന്നാളെ തോന്നിയ തോന്നിയില്ല. ക്രൂരതയുള്ള ഉമ്മയാന്ന് തോന്നിയേക്കാ. എന്താ തോന്നിയ? ഒന്നും തോന്നിക്കില്ല. ഒന്നും തോന്നിക്കില്ല. ഞാനൊരു പാവാന്ന് തോന്നിക്കില്ല. അങ്ങനെ തോന്നിക്കില്ല, ഒന്നും തോന്നിക്കില്ല. അന്ന് ഓള് ഒരാനാണ്. പിന്നെ എൻ്റെ കൈയും പിടിച്ച് ഓടി എന്തിനഞ്ഞ് അതുപോലെ ഇങ്ങനെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ച് നട്ടപ്പീരാന്താക്കി എന്നുള്ളൊരു പാട്ടില്ല, അതുപോലെ. ഓക്കെ മക്കളെ, എന്താ അങ്ങനെ ചക്കയും മാങ്ങയും ഇവിടെ നിന്ന് വിട്ടുപോകില്ല. ഞങ്ങൾക്കൊരു മായില്ല, വിലായില്ല, വിഷങ്ങളില്ല. എന്നാലും പഴുത്ത മാങ്ങ പഴുത്ത ചക്ക പഴുത്ത മാങ്ങ പഴുത്ത ചക്ക അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടുന്നുണ്ട്. മാഷാ അല്ലാ, അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, അള്ളാഹു ഐശ്വര്യം നൽകട്ടെ. അതാ മക്കളെ, നൂല് കൊണ്ട് കറങ്ങി 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 കറക്കി കറക്കി കളിക്കും മോളെ സുന്ദരി മോളെ. അങ്ങനെ 10 എണീറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ അക്കൗണ്ടിൻ്റെ ഒരു കോപ്പി എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അവളെ ഫോണിന് നല്ല ക്ലിയർ കിട്ടും. അങ്ങനെയാണ് അവളെ ഫോണിൽ എടുക്കുന്നത്. ഇൻഷാ അല്ലാ നമുക്ക് നല്ലൊരു ഇതൊന്നുമില്ല. അങ്ങനെ പാത്തു കിച്ചണിൽ മന്ദം ഇറങ്ങിയിട്ടുണ്ട്. പാത്തു സുഖമുണ്ടാ? അവളെ ഞാൻ കണ്ടാ അറിയാവോ, അതിൽ പറയുന്നുണ്ട് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. എൻ്റെ പാത്തുവിന് സുഖമില്ല. പാത്തു എന്ന് പറഞ്ഞ എൻ്റെ ഇളയ മരുമകളാണ്. കിച്ചൻ്റെ അകത്ത് വന്നിട്ട് കൈകെട്ടി നിന്നിക്കാണ്. ഇതാ അവൾ ചായ കുടിച്ചിട്ടില്ല, ഒന്നും കുടിച്ചിട്ടില്ല. അവൾക്ക് ഇപ്പം 3 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം. ഇതെന്താ മോളെ എൻ്റെ ഈ പൂവ് എടുത്ത് പോയില്ലേ? എനിക്ക് ഓർമ്മയില്ല അതൊക്കെ. എന്നാ ചായ കുടിക്ക് വളരെ ചായ കുടിക്ക്. ആദ്യം ചായപ്പൊടി ഇട്ടതിൻ്റെ ശേഷമാണ് ഫ്ലാസ്കിൽ നിന്ന് വെള്ളം ഒഴിക്കുക. ഇത് ചായ വെള്ളം ഫ്ലാസ്കിൽ നിന്ന് ഒഴിച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ചായപ്പൊടിയിൽ കൊണ്ടുവരുന്നത്. ഓ എണീറ്റാ
അല്ലോ എന്റെ മോൻ എണീച്ചു പോലെ എൻ്റെ ഉമ്മ കുപ്പായിലിടുവന്നെ എന്നാലും ടാറ്റാലും പറഞ്ഞൂടെ. അങ്ങനെ ഫ്രിഡ്ജിൽ വന്നാ നോക്കിയാ പാലുണ്ടോന്നാ? പാലില്ല. പാലിന്റെ പാൽപ്പൊടി ഇട്ട് വയ്ക്ക്. ചായപ്പൊടി പാലില്ല. പാല് പിന്നെ ഇന്നലെ മാങ്ങ ജ്യൂസ് അടിച്ചിരിക്കുകയാണ്. എനിക്ക് മാങ്ങ ജ്യൂസ് എല്ലാം വേണ്ടേ, എനർജി വെക്കണ്ടേ. ഞാൻ ഇപ്പം മാങ്ങ ജ്യൂസ് അടിച്ചേട്ടാ. അപ്പം വേണ്ട. എന്നാ മോളെ ഇതുണ്ട്, നുറുക്കുണ്ട്. വേണ്ട, പൊട്ടിയപ്പത്തിന് നുറുക്ക്. എന്നാ നല്ല രസമുണ്ട് ഇത് കൂട്ടുക. അയാൾ പൊടിച്ചതാ. അനങ്ങണ്ട അനങ്ങണ്ട, ആള് പൊടിച്ച അത് പൊടിച്ച കിട്ടിയതാ. പൊടിച്ച തന്നെ വന്നതാ ഇങ്ങനെ പേക്കിൽ. പാത്തൂന് പല്ലില്ലാലോ എന്ന് വിചാരിച്ചിട്ട് സുന്ദരിയ വളരു വല്ലാത്ത സംഭവമാ, കണ്ണാടിച്ചില്ലി പോലെ മിന്നി മിന്നി കളിക്കും എൻ്റെ മരുമോള് സുന്ദരിയ. അതിനോട് അയ്യേന്ന് പറഞ്ഞേ മരുമോള് അമ്മായിയമ്മ സൂപ്പർ അല്ല? അല്ല ജാവളെ അമ്മായിയമ്മ സൂപ്പർ അല്ല 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 ജാവളെ. എന്നാ ഇനി വേഗം പണിക്കൂട്. മക്കളോട് നമ്മൾ ഭാര്യം മരുമക്കൾ നമ്മൾ നല്ല ഫ്രണ്ട് പോലെ നിൽക്കണടി. ഫ്രണ്ട് പോലെ നിക്കണം എന്നാ അവള് പറയുന്നല്ലേ. അല്ലാണ്ട് അമ്മായി അമ്മേനെ ഇങ്ങനെ പേടിച്ച് എന്തോ പറയാ അവള്, എന്തോ ചെയ്യാ അവള്, അങ്ങനത്തെ പേടിയുണ്ടാ? ലെവലേശം ഇല്ലല്ലോ. ലെവലേശം പേടി തന്നെ ഇല്ല. ഞാനിപ്പോ അടിക്കുണ്ടാ മോളെ പേടിച്ച് ഉണ്ടാ, എന്നാലും പറഞ്ഞില്ല തന്നെയാ. എന്താ വളേ ഇതെന്നാ വള അങ്ങനെ അയ്യാ വീട് എടുക്കുന്നില്ലെന്ന് എടുപ്പ് ആടെ ഓല് പറയുന്നത് ആകും അവിടെ ഇല്ലെങ്കിൽ അവിടെ തോലിക്കൊരു ഉഷാറുണ്ടാവില്ല. കാരണം വെച്ചാൽ ഞാളെ ഇത് കേട്ടിട്ടാണ് ഓല് ജോലി ചെയ്യാൻ കിച്ചണില്ലെന്ന്. കുറേ ആളുള്ള ചോട്ടാ ഓടിച്ച്. നല്ലാതെ വളേ ഒക്കെ വളേ ഹായ് ബായ് ബായ്. ഇനി എവിടെയാണ് നേരം വെളുക്കുമ്പോ പോന്നേ? കുപ്പായം തിരുമ്പാൻ പോവുകയാണ്, പുതർത്തി വെക്കുകയാണ്. ഇത് മിക്കൻ്റെ അകത്ത് ഇടാണ്ട് നല്ലോണം കല്ലമ്മയിലിട്ടൊരച്ച് കല്ല് വിടേണ്ടി ആക്കട്ടാ. ഞങ്ങളെ കുളിമുറിയിൽ കല്ലുണ്ട്, ഞങ്ങളെ കുളിമുറിയിൽ പൈപ്പുണ്ട്, ഞങ്ങളെ കുളിമുറിയിലെല്ലാം എല്ലാം ഉണ്ട് മക്കളെ. കരട് കാണുങ്ങൾക്ക് ഇതാ ഞങ്ങളെ കുളിമുറിയിൽ കരടുണ്ട്. ഇല്ല പിന്നെ ഇതാണല്ലേ ബേക്കി വന്നത്. എന്നാ ഓക്കെ മക്കളെ, ഞാനാണെങ്കിൽ ചായ കാത്തിര ഊത്ത് കണക്കുണ്ട് പല്ലേന്ന് പുളു 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 പറയല്ലോ മക്കളെ. ഞാനിതാ കുക്കറിന് കൂക്കി കൂക്കി വന്നിട്ടുണ്ട്. പിന്നെ നൂൽപ്പിട്ട് വേകുന്നുണ്ട്. പള്ളേന്ന് മൊയിലോതും ഗീതാബും പോകുന്നുണ്ട്. ഈ പൂ ഇതുവരെ പൊക്കിക്കില്ല. മൊയിലൂതും ഗീതാ പോകുന്നുണ്ട്. മക്കളെ ഏടൊരു പൂക്കണ്ടാന്ന് തലയെ പറിച്ചു വെച്ചു. അത് ഞാനറിയല്ലേ എന്താന്ന്. അങ്ങനെ അമ്മായി അമ്മ നല്ല പാൻറ്റും കുപ്പായും ടീഷർട്ടൊക്കെ ഇട്ട് രാവിലെ തന്നെ അണിഞ്ഞൊരുങ്ങി. മരുമോള് ചുരിദാറൊരു ടോപ്പോ പാൻറ്റെല്ലാം ഇട്ട് ഇങ്ങനെ. പിന്നെ ഓള് മോഡലാണെന്ന് നമ്മള് മോഡലൊന്നല്ല, ഉമ്മയോ പോലെ മോഡൽ. എനിക്ക് ഈ മിയാപ്പുണ്ടുമാർ കിട്ടിയത് എന്തെന്നാ പറയാനുള്ളത്? സന്തോഷം. ഓക്ക് ഇതില്ല, പിന്നെ അന്നപ്പത്തി സൗണ്ട് ആർക്കും ഉണ്ടാവുകയില്ല. ഓക്കെല്ലാം ഉഷാറില്ല. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു ഉഷാറാക്കും. ഞാൻ ഇല്ലെങ്കിൽ ഒന്നാട ഒന്ന് വിട ഒന്ന് വിട ഓലിക്കൂല ഉഷാറുണ്ടാവില്ല. എന്നാ ഉണ്ടാവാ നീ സത്യം പറഞ്ഞോക്കടി ഉണ്ടാവാ ഇല്ല ഇല്ല ഓല ഓളിവിടെ മാപ്പിള ഇല്ലാണ്ട് നിൽക്കുന്ന ഇപ്പൊ ഞാനെല്ലാം ഉണ്ടല്ലേ അല്ലേ ഉള്ള തന്നെയാ സത്യ സത്യ അതുണ്ടാ. അതാണ് നമ്മളെ മരുമോളല്ലേ ദേവളെ. പൂരണ്ട വെച്ചോന്ന് അല്ലാതെ മക്കളെ. എന്നാലാണ് പൂവും കൂടി ഉണ്ടായാലും ചിരിക്കുമ്പം പട്ടാന്ന് തോന്നുള്ളൂ. എടി എനക്ക് എപ്പോഴും പട്ടാന്ന് എനിക്ക് തോന്നിയിരിക്കും. ഇനി സത്യം പറ, നമ്മളോട് ചോദിക്കണ്ടില്ലേനോ? ചില സമയത്ത് തോന്നും. അല്ലാതെ മക്കളെ ഇതെല്ലാം നമ്മളെ വരുമ്പോൾ നിങ്ങളെ മക്കൾ അങ്ങനെ പറയാ മക്കളെ. ആരോ ഒരു കമന്റ് കണ്ടിക്കടി പോലെ അമ്മായി അമ്മ എന്താ തെറി വിളിച്ചോന്നൂല് കമന്റ് ഇങ്ങനെ എടുക്കില്ല. എന്താ പോലും തെറി വിളിക്കല് ഓളാ കമന്റിൻ്റെ അകത്തുണ്ട്. അതൊക്കെ ഞാൻ പറയാൻ പറ്റാത്തോണ്ട് ഇനി കണ്ടോ. ഓക്കെ ഒരു ഞാന ഒന്ന് കുത്തിയേ മളേ. അല്ലോ
അല്ല വന്നിട്ട് എൻ്റെ പുട്ട് കുത്തുന്ന എൻ്റെ ഇത് കണ്ട് ചോദിച്ച് ചിരിച്ച് വീണിക്കുക പുട്ടും ആ അടി കുത്തിയിട്ട് മേലെ കൂടി വലിച്ചെടുക്കാൻ അറിയില്ലേ പുട്ട് പുട്ട് കുത്തുമ്പോൾ ഞാനങ്ങനെ അല്ല അടി കുത്തിയിട്ട് മേലെ കൂടി അപ്പം പുട്ട് കുത്തിയുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കല്ലോ അതൊക്കെ അതാണ് സത്യം അതൊക്കെ ഓർമ്മ വന്നത് പുട്ട് കുത്തുമ്പോൾ ഇത് ഞാൻ പറയലുണ്ടല്ലോ എന്ന് നിങ്ങളായിരിക്കണ്ട മൂത്തോള് ചിരിക്കുന്നില്ല അവള് നല്ലോണം ചിരിക്കുന്നുണ്ട് പിന്നെ ഓക്ക് പിന്നെ കൊന്ത്രം പല്ല ഓളെ കാണിക്കാൻ പറ്റാത്ത കൊന്ത്രം പല്ലാണ് കണ്ണ് മൊയിച്ചിട്ടാണ് കൊന്ത്രം പല്ലാണ് പിന്നെ തലയിൽ മുടിയില്ല അതുകൊണ്ടാണ് ഓളെ കൈ മാത്രം കാണിക്കുന്നത് അങ്ങനെയാണോ അങ്ങനെ ഉണ്ടാ അല്ലേ ഓള് സുന്ദരി കൊതുകുത്തുന്ന പൊന്നെ ഇഞ്ച കൊതുകുത്തിയ കാണിക്കണെങ്കിൽ കുപ്പായ ഒട്ടിക്കില്ല എന്താ ചെയ്യാവനെ നമ്മളെ പുതിയ വ്ളോഗാ ഇൻഷാ അല്ലാ അങ്ങനെ നമ്മളെ പാത്തുവാണ് ഇങ്ങനെ മിഷൻ കറക്കുന്നത് എന്തായാലും വളരെ ബാറുണ്ടതിന് പാത്തു ഇങ്ങനെ അവളെ ശക്തി മുഴുവനും പ്രയോഗിച്ചിട്ടാണ് അവളിങ്ങനെ കറക്കുന്നത് കഴിയുന്നില്ല ഉണ്ടാ പാത്തുവിന് നല്ല ക്ഷീണമുണ്ട് പോയി കിടന്നോ പാത്തു കിടന്നോ നീ പണിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല മോളെ സുഖമില്ലാത്തവരൊക്കെ കിടക്കണം മോളെ നിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ കിടക്കൂല ഇല്ല ഉണ്ടാ പിന്നെ എന്താ ഇവിടുത്തെ അത്ര സുഖം കിട്ടൂല എന്നാ എങ്ങനെ അവിടുന്ന് കുറെ പണിയെടുക്കണേനു അവളും ഉമ്മാമയും ഉപ്പാപ്പയും ഉള്ളൂ അവിടെ നിന്നാണെങ്കിൽ കുറേ പണിയെടുക്കണം പോലോ ഇവിടുത്തെ അത്ര സുഖം അവിടെ കിട്ടൂല പോലോ എന്നല്ലേ അവള് പറയും നമ്മളറിയല്ലേ അപ്പൊ ഇവിടെയാണ് നോക്ക് സുഖം എന്നാണ് ഇനി പറയുന്നത് ഞങ്ങളെ പ്രേക്ഷകരെല്ലാം ഒന്ന് കേക്കട്ടെ മോളെ അമ്മ ബുളു പൊട്ടിക്കുന്നെന്നായിരിക്കൂലേ ബുളു അല്ല സത്യ എന്തെന്ന് അവിടെ ഒറ്റക്കല്ല പണിയെടുക്കണം ഇവിടെ ഇങ്ങനെ അമ്മ ഇങ്ങനെ കാണുവാൻ വേണ്ടിയിട്ട് ഒന്ന് ആടെ മുട്ടി ഇവിടെ മുട്ടി കളിച്ചായില്ല അങ്ങനെയാ ഇനി സുഖയിലൊക്കെ ഇടുന്നോ അറിയാലോ ഗുളിക തരാം ജീരക വെള്ളം വേണം ഇന്നലെ ജീരക വെള്ളം കാശി പറഞ്ഞ് വെച്ചിട്ട് ആശുപത്രി ഗ്ലൂക്കോസ് എത്തിക്കില്ലേ അത് ഭക്ഷണം പിടിക്കാറ്റാ ടൂറിന് പോലെ ഒക്കെ മക്കളെ ഇങ്ങനെയല്ല നിങ്ങൾ കിച്ചൻ്റെ അകത്തുനിന്ന് സംസാരിക്കുക നിങ്ങളല്ലാണ്ട് മരുമക്കള് അമ്മായി അമ്മ ഡുമാ മരുമക്കൾ എന്ന് പറഞ്ഞ് പേടി അമ്മായി അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കരം പേടി നിങ്ങൾക്ക് പേടിയുണ്ട് കേട്ടോ ഉണ്ടാ ഏടാ അല്ലി വല്ലി അല്ലാരക്കള അങ്ങനെ ആയിരിക്കണം നിങ്ങളേട്ടാ ഓക്കെ മക്കളെ പാവം എൻ്റെ മൂത്തോള് അങ്ങനെ പണിയെടുക്കുന്ന പാവം കുപ്പായം കാക്കുന്നു പാവം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന എന്തൊരു അമ്മായി അമ്മയാളി നീ അമ്മായി അമ്മ നല്ലതാ പറഞ്ഞു തായ്പ കെട്ടിക്കോലോ പോട്ടെ കടിയായിട്ടാ സ്വഭാവമല്ലേ ഈ അമ്മായി അമ്മക്ക് ഓക്കെ മക്കളെ ഓള് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു നമ്മൾ അടിയായി പോകും പിന്നെ അതൊരിക്കലും നിങ്ങൾ അടി കൂടിയാൽ ഞാൻ അടി കൂടൂല എനിക്ക് ഈ ക്രൂരത ചെയ്യല് അല്ലെങ്കിൽ അവര് കാണാണ്ട് തിന്നല് അവർക്ക് കൊടുക്കാണ്ട് കയറി അവരെ കൊണ്ട് കുറ്റം പറയല് അത് ഇല്ല നിങ്ങൾ എന്നെ ചെയ്താലും ഞാൻ നിങ്ങളെ ചെയ്യൂല അല്ലേ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റൂല ഓലിക്ക് കയ്യല്ലേ ഓല് എടുക്കണ്ട അവരവിടെ കിടന്നോട്ടെ ഇന്ന് കയ്യല്ലാന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് വായിക്കുമെന്ന് പറയും പിന്നെ മൂത്തോളൊറ്റക്കാണെങ്കിൽ പിന്നെ ഞാൻ അടിയും പോകുന്നുണ്ടെങ്കിൽ പൈസ എടുത്തു കൊടുത്ത് ഞാൻ പറയും മോളെ പണിയൊന്നും എടുക്കണ്ട ഇനി ഹോട്ടലിൽ ചോറ് വായിക്കും അതാണ് അമ്മായി അമ്മ അത് ഓല പേടിച്ചിട്ടൊന്നുമല്ല എൻ്റെ മനസ്സ് അങ്ങനെയാണ് ഓലൊറ്റക്ക് പണിയെടുക്കണ്ടേ പാവേല അങ്ങനെ നിങ്ങളെല്ലാവരും ചിന്തിക്കണോ ഓല് ദേശം ഫോണോട് കളിക്കുമ്പോ എല്ലാം എന്തെങ്കിലും തലവേദനയായിട്ട് കിടക്കുമ്പോ എല്ലാം ഒരു വാറ്റില് മാസത്തിൽ വരുന്ന വാറ്റിലെ വേദന കൊണ്ട് കിടന്നാല് ഈ അമ്മായി അമ്മ അതോ ഓല പൊറുതി മുട്ടിക്കും എന്നെ പാത്തു അങ്ങനെ എന്നോട് പാടാൾക്കാർ പറയലില്ല എന്നോട് പറയലുണ്ട് അതുകൊണ്ട് എന്ത് വേണം പിന്നെ ഇൻഷാ അല്ലാ ഓക്കെ അത് തന്നെ സംഭവം ഒരുപാട് മക്കളെ ഇവിടെ മരുമക്കളെ ഞാൻ കാത്തുനിന്ന് ഇവിടെ ഞാൻ കറിയെല്ലാം വെച്ച ഞാൻ തന്നെ ഓള് പിന്നെ കടലൊക്കെ അടുപ്പത്തിട്ടിക്കുന്നാവുള്ളൂ അല്ല കുക്കറിൽ ഞാൻ തക്കാളി വെളുത്തപ്പുളി പച്ചമുളി മസാലപ്പൊടി ഒക്കെ ഇട്ട് കുക്കറിൽ അടുപ്പത്ത് വെച്ചാൽ ഞാൻ തന്നെ അന്ന് നിങ്ങൾ കാണൂല ഞാൻ എടുക്കുന്ന പണിയൊന്നും നിങ്ങൾ കാണൂല ഇല്ല സീന ഞാനല്ലേ ഇതേ ഇല്ല സീ ഞാനല്ലേ ഇതേ കടലൊക്കെ കറി വെച്ച ഞാനാ വെച്ച നിങ്ങൾ ഞാൻ ഒന്നും എടുക്കയില്ല എന്താ
അങ്ങനെ എന്നാലും ഓല വായി നോക്കി നിന്ന് ഓല രണ്ട് കിസ്സ പറഞ്ഞ് ഇത് കിട്ടണ്ടേ നമുക്ക്, ഓല സോപ്പിടാണ്ട് ഇത് കിട്ടണ്ടേ, ഓലത് കേൾക്കുന്നുണ്ടേ. ഓല് കേൾക്കാൻ നമ്മളൊന്നും പറയൂല, ഓല് എന്നെ കൊണ്ടും പറയൂല, പറയാ ഇല്ല. അങ്ങനെ ഓല എടുത്ത് പോയി 2 ഡയലോഗെല്ലാം പൊട്ടിച്ച് ഓല കൊണ്ട് ഇതെല്ലാം എല്ലാം ആക്കിപ്പിച്ച് അഭീത തിന്ന്. ഇതെന്തിനാന്ന് ചോദിക്കും നിങ്ങൾ, ഇതിപ്പം ഇവിടുന്ന് കിട്ടിയതാ. രാവിലെ നമ്മൾ ഡാൻസ് കളിച്ചിട്ട് അന്നേരം ഞാൻ പറഞ്ഞില്ലേ ചപ്പ് പൂവെല്ലാം കാണുമ്പോ എനിക്കിങ്ങനെ വെച്ച് തിന്നിട്ട് തൂവും തലയിലും ഒക്കെ പോട്ടെ. പട്ടും ഭ്രാന്തൊന്നുമില്ല. അല്ലാഹുവേ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അങ്ങനെ പാത്തു നല്ല പച്ചരി എന്താ, രാത്രി ചോറ് ബാക്കിയുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കുക, കുറച്ച് പച്ചരിയും വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് കുറച്ച് ജീരകം കണ്ടാ, ഇത് ജീരകം കണ്ടു നിങ്ങൾ, ചെറിയ ജീരകവും കൂട്ടി, തേങ്ങയുള്ള തേങ്ങ കൂട്ടിക്കോളി. ഇല്ലാറ്റല്ല തേങ്ങ അങ്ങനെ കൂട്ടിലാണ്, കുറേ ആളില്ല, ഇത് കുറേ വേണം. അടിച്ചോ, റെഡി 1 2 3. അങ്ങനെ കിച്ചൻ്റെ അന്ന് പണിയെടുത്തോണ്ട് ഉറക്കാട്ടേരി കനറ ബാങ്കിലൊന്ന് പോകേണ്ടിണ്ടേനു. പോയി വരുന്ന വ്യക്തിയിൽ മീനും ഉപ്പേരിയും, ഉപ്പേരിയല്ല പയറും പാല് നെല്ലിക്ക വാങ്ങിക്കട്ടാ. എൻ്റെ മക്കൾക്ക് ഉപ്പിലിട്ട് കൊടുക്കുക. എൻ്റെ കുഞ്ഞു മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നെല്ലിക്ക. അമ്മ നെല്ലിക്ക 2 ദിവസമായി പറയുന്നു, മറന്നു പോകും. വീടെത്തി, ഇത് വീട്ടിൽ കയറിയിട്ട് ആക്കി എടുക്കുകയും ചെയ്യട്ടെ കേട്ടാ. നെല്ലിക്ക ഉപ്പിലിടുന്നെല്ലാം കാണിച്ചു തരാം. അങ്ങനെ പോന്നാ പാത്തു, ഞാൻ കയറി വരുന്നേരം ഇൻഷാല്ലാ നേരം വൈകി പോയോളി. ലൈക്കുപ്പായം തന്നെ എനിക്ക് ഇടുവാനുള്ളൂ. പച്ച ഇന്നലെ ടൂറിന് പോകുമ്പോട്ടില്ല, എനിക്കങ്ങനെ ഇട്ടേൻ്റെ ഇടുന്നേരം. നെല്ലിക്കല്ലേ വാങ്ങി കിട്ടും മാമട്ടാ. മടിയാ, അലപ്പ മടിയായിരിക്കും. അലക്കിയതാ. പോന്നാ പോട് മോളെ, ഓട് മാഷാ. ഇങ്ങനെ കീഴിച്ച് വണ്ടി വന്നൊരു മൊഞ്ച് വെക്കണം. അതോ ഐ ലവ് യുടാ. വരുന്നുണ്ട് ഓടിക്കോ. എന്നാ വായില മുട്ടായ നോക്കാം മക്കളെ. അങ്ങനെ ഞാൻ കിച്ചൻ്റെ അകത്ത് വന്ന് നോക്കുമ്പം ഇവിടെ ആരുമില്ല. എനക്കാണെങ്കിൽ നല്ലൊരു വിശപ്പും ക്ഷീണവും. അങ്ങനെ ഞാൻ ഓട്സ് കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്താ തീ കത്തുന്നുണ്ട് ഇവിടെ. പിന്നെ പാത്തു ജോലിക്കും പോയി. മൂത്തോള് മോൻ്റെ മദ്രസയിൽ ഒരു മീറ്റിംഗ് ഉണ്ടെന്നാണ്, ആ മീറ്റിങ്ങൊക്കെ പോയി. കിച്ചൻ്റെ അകത്ത് ആരുമില്ല. മീൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വെക്കാളെ. സാബറ ഇങ്ങോട്ട് വെക്ക്, സാബറ ഇങ്ങോട്ട് വെക്കാളെ. അപ്പോൾ പിന്നെ ഇനിയെല്ലാം തുടങ്ങണം ഇൻഷാ അല്ലാ. നമുക്കെല്ലാം ചെയ്യാം. ഓക്കെ. ഇനി കിച്ചൻ്റെ അകത്ത് ആരുമില്ല. ഞങ്ങൾക്ക് കുറച്ച് മട്ടലും അയൽവാസി തന്നിട്ടുണ്ടേനു. നല്ല മോളുണ്ടെങ്കിൽ മൂത്തോള് സ്കൂളിൽ പോയി, മദ്രസയിൽ കുടിക്കാൻ വെള്ളം വേണം. അങ്ങനെ ഉപ്പിലിട്ടിട്ടുണ്ട് നമ്മൾ, നെല്ലിക്ക ഉപ്പിലിട്ട്. ഒന്നുമില്ല, ഇളം ചൂട് വെള്ളത്തിൽ കുറച്ച് ഉപ്പിടുക, നെല്ലിക്ക ഇടുക മാത്രം. പിന്നെ പച്ചമുളക് മുറിച്ചിടണം നേർച്ചിക്കാന്. അതിന് പറിക്കണം, പോയിട്ട് ഫ്രഷ് പച്ചമുളക് പറിക്കണം. അതിന് പറിക്കുകയെ കുടിക്കാൻ വെള്ളം വേണം. ഓക്കെ. അങ്ങനെ മരുമോൾ എത്തിക്കില്ല. സമയം ഇപ്പം 12 മണി കറക്റ്റായി. ഞാനേതായാലും അരിക്കാനും വെച്ചിട്ടുണ്ട്, നല്ലോണം കത്തുന്നുണ്ട്. അല്ലി കുപ്പിയിലിട്ട് കഴിഞ്ഞതാണ്. പിന്നെ ഇനി മീൻ എത്തണ്ട കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന്. മീൻ ഇന്ന് തേങ്ങ അരക്കാൻ കഴിയല്ല, തേങ്ങ ഉരിച്ചയില്ല, ഉരിക്കണം. ഞങ്ങളെ 3 തട്ട് ഫ്രിഡ്ജാണ്. 1 2 താഴെ ഉണ്ട് 3. മീനെടുക്കട്ടെ ഫ്രിഡ്ജിൽ കൊണ്ടാച്ചത്. വിറക് കണ്ട, ഇനി പീന അങ്ങ് മേലെ ആക്കണം, അട്ടത്താക്കണം. ഇപ്പം അയൽവാസി തന്നതാ. ഇവിടെ ഞാളാരും പൈസയും കൊടുത്ത് വിറക് വാങ്ങലില്ല. എന്നാലോ ഇവിടെ എപ്പം നോക്കിയാലും വിറകുണ്ടാവും. ഓരോരുത്തരും ഞങ്ങൾ അയൽവാസികൾ ആക്കി ഇങ്ങനെ തരും. കുറേ മുറ്റത്തിട്ട് പായിട്ട് കൂടി വെച്ചിക്ക് ഇതിൽ കൊണ്ടുപോകണ്ട. ഞാളിവിടെ മോളെ കല്യാണത്തിനും മോൻ്റെ കല്യാണത്തിനും വിറക് പൈസയും കൊടുത്ത് വാങ്ങുമെന്നല്ലാണ്ട് പിന്നെ ഞാൾ വാങ്ങലില്ല. പക്ഷെ എന്താ ഇവിടെ എപ്പോഴും വിറക മക്കളെ ഞങ്ങളില്ല പായിട്ട് കൂടി വെച്ചാണ്ട് മുറ്റത്ത് അത് ഫുള്ളും വിറക, നല്ല വിറക. ഇതെല്ലാം നമ്മൾ ഇടവലക്കാർത്ത് തരുന്നയാ. എന്താ മക്കളെ,
അതാണ് നമ്മൾ അയൽവാസിക്ക് നമ്മളോടുള്ള സ്നേഹം. നിങ്ങൾ ചോദിക്കില്ല നിങ്ങളെങ്ങനെ അയൽവാസികളെ സഹിക്കുന്നേ? നിങ്ങളെ ഒരു നേരം ഞാൻ ഫോണ് പറഞ്ഞ് അവരങ്ങ് കേൾക്കും. ഒരു നേരം ഫോണ് പറഞ്ഞ് കേട്ടിട്ടില്ലെങ്കിൽ ആ എന്താ സാബിയുടെ ആഴ്ച കൂറ്റൊന്നും കേട്ടിട്ടില്ലാലോ എന്നറിയാം. 2 ദിവസം കണ്ടില്ലെങ്കിൽ ഒരു കരയും. അങ്ങനത്തെ അയൽവാസികൾ നമ്മൾ അയൽവാസികൾ. ഓക്കെ, ഏതായാലും ഇന്ന് മരുമോളില്ല, മറ്റോളങ്ങ് പണിക്കും പോയി. ഞാനിപ്പോൾ ഏതായാലും ചെയ്യട്ടെ. ഇപ്പോൾ തന്ന വിറകാണ് ഇപ്പം അടുപ്പത്ത് വെച്ച ഒരു അട്ടത്തിട്ട വിറകാണ്. എന്താ കരി പിടിച്ച വിറകാണ്. അവൻ തീർന്നോട്ടെ എന്ന് വിചാരിച്ചതാണ്. ഇൻഷാ അല്ലാ അടുപ്പ് കത്തിക്കുന്നൊരു സുഖമല്ലേ? എല്ലാവരും അടുപ്പ് കത്തിക്കുന്ന പഠിച്ചോളി. നിങ്ങൾ കണ്ടില്ലേ, ഒരു യുദ്ധം വരുമ്പം തന്നെ എൻ്റെ അവളെ ഗ്യാസില്ല ഗ്യാസില്ല എന്ന് പറഞ്ഞ ഇപ്പം വിറകിനെല്ലാം വില കൂടി. മറ്റ് വിറകൊന്നും ആർക്കും വേണ്ടേനു. ഇപ്പോൾ ഹോട്ടലുകാർ അധികം ആളും വിറകാണ് ഉപയോഗിക്കുന്നത്. വീട്ടിൽ നിന്ന് വെച്ച് കൊണ്ടുവന്നോരും പിന്നെ മറ്റേ ഗ്രില്ല് വെച്ചിട്ട് ചുടുന്നില്ല. അതുവരെ ഇപ്പം പിന്നെ തീക്കണലിൻ്റെ മുകളിലാണ് ഇപ്പം ചില പിന്നെ കഫ്റ്റിയർക്കാരെല്ലാം ചെയ്യുന്നത്. ഇൻഷാ അല്ലാ നമ്മളതൊന്നും കൊണ്ടൊന്നല്ല മക്കളെ. നമുക്ക് 2 കുറ്റിയുണ്ട്. ഇൻഷാ അല്ലാ എന്നാ ഓക്കെ, പണിയാൻ തുടങ്ങട്ടെ മക്കളെ. അങ്ങനെ ഞാൻ ഒറ്റക്ക് പുളി പൊതിർത്തി മീൻ തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം വെട്ടി വെച്ച് ചോറ് അങ്ങനെ നല്ല തിളച്ച് പൊന്തി വന്നിട്ട് മൂടിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റക്കല്ലുള്ളൂ, മരുമോളെത്തിക്കില്ല. പൂച്ചയാണെങ്കിൽ വലയം ചെയ്യുന്നു. മീൻ മുറിക്കേറ്റ് പിന്നെ മീൻ മുറിക്കാൻ വേഗം ഇട്ട് കീയാനും പറ്റുന്നില്ല. ഇവിടെ ഇത് ഇട്ടിട്ട് അപ്പം മുറിക്കണം. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് ഇതെല്ലാം റെഡിയാക്കി വെക്കട്ടെ. പിന്നെ ചോറ് പതച്ച് പൊന്തിപ്പോയാൽ പിന്നെ പുറത്ത് പോയാൽ കാണൂലല്ലോ ഞാൻ. അപ്പം ഞാൻ വെച്ചാൽ പതച്ച് കഴിഞ്ഞ് മൂടിയെല്ലാം എടുത്തിട്ട് പോവാന്ന്. അപ്പോൾ ഇനി ഞാൻ പുറത്ത് പോയിട്ട് മീൻ മുറിക്കുന്ന അരുവാളുമ്പിൽ മുറിച്ചാലോ ശരിയാവുള്ളൂ. പൂച്ചക്കാണെങ്കിൽ കണ്ടാ നേരം അങ്ങ് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഒരു വന്നിക്കില്ല കേട്ടോ. ഇപ്പം സമയം എത്രയാണെന്ന് അറിയാം ഞങ്ങൾ പറഞ്ഞുതരാം. സമയം 12:10 കഴിഞ്ഞ് 12:15. ഓക്കെ, അങ്ങനെ അതിൻ്റെ ഇടയിൽ മാങ്ങ തിന്ന് പേരില റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെട്ടിത്തന്ന ഷുറൂക്കയാണ്. എന്നാ നമ്മളെ മരുമോള് വന്ന് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വന്ന് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മളെ മീൻ ഇതാ പൊരിച്ചിട്ട് പൊരിക്കണ്ടിയ മീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര പോക. അടുപ്പിൽ മീൻ ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണക്ക് കുറച്ചും കൂടി ചൂടണം കേട്ടോ. നല്ല കണലിട്ട് ഇതെല്ലാം ഇനി ക്ലീൻ ചെയ്യണം മക്കളെ, എല്ലാം ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മളെ ഉപ്പേരി എല്ലാം ആക്കി എല്ലാം അടുപ്പത്തിൽ തന്നെ ആക്കിയതാ. ഉണക്കി കിട്ടണം നിങ്ങൾ. ഇതാ ചുട്ട് വെച്ച ഉണക്കെല്ലാം തീർന്ന് ഈ നല്ല കണലത്ത് ഉണക്ക് പൊരിഞ്ഞ് വരും. ഉണക്കിൻ്റെ ആള് ഞാനാട്ടാ. നല്ല ഉപ്പേരി ആക്കിയിട്ടുണ്ട്. ചോറാക്കി കറി നല്ല ചട്ടിയിലാക്കിക്ക് മീൻ പൊരിച്ചെല്ലാം ആക്കി കണ്ടതില്ല എല്ലാം ആക്കി വരട്ടിന് തേങ്ങ അരച്ചിക്കില്ല. ഇപ്പോഴൊന്നും ഇല്ലാത്തവണ്ണം കഴിയുന്നില്ല പുറം കടയിൽ. ഇനി മറിച്ചിട്ട് എടുക്കട്ടെ കേട്ടാ. പിന്നെ ഇനി ഇതാ മക്കളെ ഞാളിതെല്ലാം ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യും. ഇവിടെയുള്ള മട്ടരെല്ലാം ഞാൾ മേലെ ഇട്ടണ്ട. ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ടെല്ലാം മേലെ. ഓക്കെ, തേങ്ങ വെച്ചിട്ടിട്ടുണ്ട്. മരുമോള് വന്നല്ലോ ഉഷാറാക്കിയിട്ടുണ്ട് നമ്മൾ. എന്താ പറഞ്ഞേ നെല്ലിക്കുപ്പിലിട്ട് ഇവനാ നെല്ലിക്കുപ്പിലിട്ട് എൻ്റെ ആള് ഉപ്പിലിടാൻ പറഞ്ഞിട്ട് നെല്ലിക്കുപ്പിലിട്ട് നമ്മളെ കുട്ടികൾക്ക് ആഗ്രഹങ്ങളെ ചെയ്ത് കൊടുക്കണം. ഉപ്പിലിട്ട് ആയിക്കില്ല ഇപ്പോൾ ഇട്ടിക്കാളു. ഓക്കെ, നമ്മളെ ഉണക്ക് ലോ കഴിഞ്ഞു പോവാ. ഇങ്ങനെ മറിച്ചിട്ട് എടുക്കണം. ഫോണ് കട്ടാക്കട്ടെ. ആരുമില്ല. ഞാനൊരു പരിപ്പുവട വാങ്ങിയിട്ട് ചായ കുടിക്കാം. കണ്ടുക്കാം നല്ല പാല് പറഞ്ഞ ചായ. വീഡിയോ കാണാനില്ല, അവരത്ര ഫോൺ വിളിക്കാം. ഞാനിന്ന് പെണ്ണ് പിന്നെ ഞങ്ങളുടെ അടുത്തൊരു പെണ്ണുണ്ട് മറ്റേ വീഡിയോ ഇട്ടില്ല. എന്നിട്ട് ഒക്കെ ഓളെ കുടുംബക്കാരത്തി നമ്പർ കൊടുത്തു പോലെ സഭയിൽ തരടുത്ത് പെണ്ണുണ്ട്. ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടിക്ക. നിങ്ങൾ വീഡിയോസ് കണ്ടിക്കില്ല. നിങ്ങൾക്ക് ഏത് പെണ്ണിനാ വേണ്ടിയാ? കല്യാണം കഴിക്കാത്ത പെൺകുട്ടീനാണ്. ഞാൻ കല്യാണം കഴിക്കാത്ത പെൺകുട്ടിയുണ്ട് മറ്റേ വീഡിയോസ് ഇട്ടത്. ആരെങ്കിലും നമ്പർ കൊടുക്കും, ഹെഡിങ്ങനെ കാണുന്നേരം വിളിക്കുമെന്ന് പറയും. അങ്ങനെ പോലെ ഇങ്ങനെ പറഞ്ഞിട്ട് കുത്തിരിക്കുന്നത് ഞാൻ ഇങ്ങനെ. അത് നല്ല പരിപ്പ് വടയുണ്ട്, പിന്നെ നുറുക്കുണ്ട്. രാജുവിൻ്റെ പരിപ്പട നല്ല കോണ. പള്ളിക്കട രാജുവിൻ്റെ പരിപ്പട ആരുമില്ല, ആണാളിലും ഇവിടെ 10 പേരും. ഓക്കെ, വടകര വന്ന് പെരുന്നാക്കേക്ക് ഡ്രസ്സ് എടുത്തതാണ്. പെരുന്നാക്കേക്ക് ഡ്രസ്സ് എടുത്തതാ.
കാണിച്ചു തരൂല. ഇപ്പം കാണിച്ചു തന്നാൽ നിങ്ങൾ പെരുന്നാൾ കാണുമ്പോൾ ഒരു സുഖം കിട്ടൂല. ആ മോദിക്കാ വന്ന് ഷെറൂഖ് അതാടാ വർത്താനം പറയുന്നു. ഓക്കെ.